വയനാട് കൽപ്പറ്റ നഗരസഭയിൽ ഇനി കുടിവെള്ളത്തിന് പ്രതിസന്ധി വരില്ല. എല്ലാ വീടുകളിലും സൗജന്യമായി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം പൂർണ്ണമായും സൗജന്യമായി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. രണ്ടാം ഘട്ട അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സൗജന്യ ശുദ്ധജല കണക്ഷൻ എത്തിക്കുന്ന നടപടി നഗരസഭ പൂർത്തീകരിക്കുന്നത്. 28 ഡിവിഷനുകളിലും കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചു വരികയാണ്. 65 കിലോമീറ്ററോളം ദൈർഘ്യത്തിലുള്ള പൈപ്പുകളാണ് മാറ്റി സ്ഥാപിക്കുന്നത്. ശുദ്ധജല വിതരണത്തിന് സാങ്കേതിക ബുദ്ധിമുട്ടുള്ള മൂവെട്ടിക്കുന്നിൽ 50,000 ലിറ്റർ ശേഷിയുള്ള ശുദ്ധജല സംഭരണി നിർമ്മിച്ച് 7.5 കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് ജലവിതരണം ഉറപ്പാക്കുക. റാട്ടക്കൊല്ലിമല, പൊന്നട, നെടുതുലം തുടങ്ങി നിലവിൽ ശുദ്ധജല വിതരണത്തിന് പ്രയാസം നേരിടുന്ന പ്രദേശങ്ങളിലടക്കം കുടിവെള്ള വിതരണം സാധ്യമാക്കുന്നതാണ് പദ്ധതി. ടി സിദ്ദിഖ് MLA ആണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവനന്തപുരത്ത് പോയി രാജമാണിക്യം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കണ്ട് തീവ്രമായിട്ടുള്ള ഫോളോ അപ്പിലൂടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി 19 കോടി രൂപ നേടിയെടുക്കുകയും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റിയായി കൽപ്പറ്റ മാറുകയാണ്. ഒരു തദ്ദേശ സ്ഥാപനം പൂർണ്ണമായും സൗജന്യമായി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ചരിത്രത്തിൽ ആദ്യമെന്ന് നഗരസഭാ ചെയർമാൻ TJ ഐസക്. ശുദ്ധവായു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ശുദ്ധജലമാണ്. ആ ശുദ്ധജലം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ കണക്ഷൻ സൗജന്യമായി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതിനപ്പുറമായി ഒരു വലിയ സേവനം, അതിനപ്പുറത്തൊരു വലിയ സേവനം ഞങ്ങൾ കാണുന്നില്ല. അത് ഏറ്റവും വലിയൊരു മഹൽ കർമ്മമായി തന്നെ കാണുന്നു. പദ്ധതിയുടെ ഭാഗമായി കൽപ്പറ്റയിലുള്ള ജലസംഭരണികളെല്ലാം നവീകരിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.